കാണിക്കട്ടെടാ മോനെ. സഞ്ജുത് സനലെ അരുൺ. അയ്യോ ഇതേതോ ഭ്രാന്താശുപത്രി ഇറങ്ങി വന്നതാ തോന്നുന്നുണ്ട്. അയ്യോ അല്ലാ, അയ്യോ ആരുമില്ല ഇത് എനിക്കൊന്ന് പറഞ്ഞു ചിരിക്കാൻ. ഒരു ഭ്രാന്താശുപത്രി ഒക്കെ പാടെ ഇറങ്ങി വന്നതാ തോന്നുന്നുണ്ട്. കുറേ നേരമായി ചൊറിയാൻ തുടങ്ങിയിട്ട്. ചൊറിയുന്നവർ മാന്തുക, അല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണുക, ചൊറിച്ചിൽ മാറ്റുക. വേറെ മേത്തൊക്കെ ചൊറി പകർത്താൻ നിൽക്കരുത്. ഓക്കെ, ഏതോ ഒരു യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങി വന്ന ടീംസാ. അയ്യോ അരുണേ, നമുക്ക് അരുണൊക്കെ അയ്യാ നിങ്ങളൊക്കെ ഭയങ്കര ബിരുദുള്ള ആൾക്കാരാണല്ലോ. കംപ്ലീറ്റുള്ള മെസ്സേജ് ഡിലീറ്റ് ചെയ്യാണില്ലേടാ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല മെസ്സേജ് ഇതിൽ കിട്ടും. അയ്യോ അരുണിൻ്റെ ഒരു ഫോട്ടോ വേണ്ടി കിട്ടി, അതും കിട്ടി. അത് ഞാൻ 3 കുറക്കണ പട്ടികളൊക്കെ നമ്മളെന്തെങ്കിലും ചെയ്യാൻ പോക്കുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. സഞ്ജുത് സനലെ എത്രയോ പട്ടികളെ കുറക്കണേ. എല്ലാവരും ഞാൻ കല്ലെടുത്ത് എറിയാൻ പോക്കില്ലല്ലോ. ഓക്കെ, അവിടെ കുറയ്ക്കട്ടെ, പവറല്ലേ. ഫുൾ അമ്മാവനല്ല തോന്നുന്നത്. അമ്മാവനല്ല, അമ്മാവനും അമ്മായും കെട്ടതുകൾ പറയില്ലേ. സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റി ഇല്ലാത്ത സാധനത്തുകൾ ഫുൾ ഫേക്ക് ഐഡിയ. അതാണ്, സ്വന്തമായിട്ട് ഒരു ഐഡി പോലും ഇല്ലാത്ത പോലെയാണെ നോക്കണ്ട. എത്രയോ തെരുവ് പട്ടികൾ കുറയ്ക്കുന്നു, ആ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. അമ്മയെ കാണിക്കാം നിന്റെ മരുമകനായിട്ട്. അതെ അതെ, ഇവൻ്റെ ഫോട്ടോയും കാര്യം തോമസ് എന്നെ ഞാൻ ഇതാക്കി തരട്ടോ. എന്തെന്നറിയോ, മോഡറേറ്റർ ആക്കാം. ഈ മറ്റേ ബൻ്റെ ഫോട്ടോ ഒന്ന് എടുക്ക്. അതെന്നറിയോ ബൻ്റെ ഈ അരുണിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കുക. എനിക്ക് ഇൻസ്റ്റയിൽ സെൻഡ് ചെയ്ത് തരണം. അരുണിൻ്റെ ഫോട്ടോ എടുത്തിട്ട്. ചേച്ചി ഞാൻ വിട്ടോളട്ടാ. തോമസ് ആ ഫോട്ടോ എടുക്കുക അരുണിൻ്റെ. ക്യൂട്ട് ഏഞ്ചൽ ഹായ്. സനോജിന് ഹായ്. എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ചിത്രം. എന്നാൽ രതീഷിൻ്റെ ഫോട്ടോ എടുത്തോ. എല്ലാവരും ഫോട്ടോ എടുക്ക്. ഫോട്ടോ ഉള്ളവരതൊക്കെ ഫോട്ടോ എടുത്തോ. രതീഷിൻ്റെ ഫോട്ടോ എടുക്ക്, മറ്റേ അരുണിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചോ. എന്നിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ സെൻഡ് ചെയ്താൽ മതി. പെണ്ണ് ആയിക്കോട്ടെ. ഓക്കെ സേട്ടാ. ഡൺ അരുൺ സേട്ടാ. ചേച്ചി അനാശ എൻ്റെ എന്താ പരിപാടി? യു പുട്ട് യുവർ ഓൺ ട്രൗസർ ഡിയർ. പോളിന് എന്താ പരിപാടി? നിൻ്റെ അതിൽ വെക്കൊന്ന് പോടി. അയ്യോ എടുത്തോടാ, എൻ്റെ ചിരിച്ച ഫോട്ടോ എടുക്കുക. അത് സ്വന്തമായിട്ട് ഫോട്ടോ ഇട്ടിട്ട് പാടാം. അന്നെ കുറയ്ക്കണ പട്ടിയൊക്കെ ഒഴിവാക്കി. മറ്റുള്ളവർക്കൊരു ഫോട്ടോയെങ്കിലും ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് നീ പുറം ലോകം കാണില്ല. ആയിക്കോട്ടെ. ആരുണ്ടെന്നൊക്കെ എനിക്ക് കാണണം. അത്രയ്ക്ക് പേടിയില്ലാത്ത ആളെന്തിനാ മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്യണത് മിസ്റ്റർ അരുണി? അതൊന്ന് പറഞ്ഞു തരുമോ? ഒരു മെസ്സേജ് ഡിലീറ്റ് പോകുന്നത് തീർത്ത് കളയും. ഇങ്ങനത്തെകളാണ് എനിക്ക് വേണ്ടത്. വരട്ടെ, ഞാൻ കണ്ടന്റ് ഇട്ട് മരിക്കും. എടുത്തില്ലേ, 2 ആൾക്കാരത് എടുത്തില്ലേ. ഫുഡ് കഴിച്ചു, വാപ്പ ഉണ്ടോ അവിടെ? എനിക്കില്ലാത്ത സാധനത്തെക്കുറിച്ച് ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ വാപ്പാൻ്റെ കാര്യം നോക്കണം. താൻ ആദ്യം പോയിട്ട് എൻ്റെ അമ്മയോട് തൻ്റെ വാപ്പാരാ ചോദിക്കും. ഓക്കെ, എനിക്ക് തിരിച്ച് പണിയാനറിയാം. അങ്ങനത്തെ മെസ്സേജ്. പിന്നെ എന്തിനാ പേടിയുള്ള ആൾക്കാർ എന്തിനാ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണം? എനിക്കതാ മനസ്സിലാവാത്തത്. നിങ്ങൾ ഇത്രയ്ക്ക് ധൈര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തിനാ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ നടക്കണം? എന്തിനു മെസ്സേജ്? അത്ര ധൈര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ. സൗണ്ട് പോകുന്നത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. അപ്പം ഇത്രയ്ക്ക് ധൈര്യമുള്ളവരാണ് അരുണ്. നല്ല ധൈര്യമാണ്, പക്ഷെ അവൻ തീർത്ത് കളി. എന്തൊക്കെയാ പറയണത്? ഓക്കെ സേട്ടാ, അരുൺ സേട്ടാ ഡൺ. ഫോട്ടോ എടുത്ത് ആർക്ക് കാണിച്ചു കൊടുക്കാനേ പറഞ്ഞാൽ കാണിക്കാം കേട്ടോ. ഹായ് ആദി പറയൂ. ജാടമുണ്ട്, അത് സാരമില്ല. ഹായ് അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. നീ ഇവളെ പിടിപ്പിച്ചില്ലല്ലോ, നീ പേടിക്കേണ്ട. ഒന്ന് പോടി. എനിക്കത്ര ഞാൻ പറഞ്ഞെങ്കിൽ ഞങ്ങളൊക്കെ കുറയ്ക്കണ പട്ടികളായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അധികം കുറയ്ക്കണ്ട. എന്തൊക്കെയുള്ള കുറേ മതി. ഓക്കെ, പ്ലീസ് ഗോ ഗൈസ്. ചേച്ചി പോട്ടെ വിട്ടേക്ക്, ഇതൊക്കെ ഹറാമ ആണ്. പോളേ പൊക്കടെ പോളേ, ഒന്ന് നിർത്തിപ്പോ. അതെൻ്റെ സൗകര്യമല്ലേ ഡി. അയ്യോ യൂണിവേഴ്സിൽ നിന്നുള്ള ആളെ കൂട്ടി വരിക തോന്നുന്നുണ്ട് കേട്ടോ. ഇവൾ പേര് മോലപ്പടക്കം. ആയിക്കോട്ടെ, ഡൺ. കീരിക്കാടൻ ഹായ്. തുടക്കമാണോ ഓലപ്പടക്കം? കീരിക്കാടൻ ആരാ? അയ്യോ 106 ആൾക്കാർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ. അപ്പം അരുണെ നമുക്ക് കാണാം. ലെറ്റ് സി. അയ്യോ എൻ്റെ കൊച്ച്. അയ്യോ ഈ വൃത്തിയിട്ടവനാണോ? ആദ്യം ഇവനായിട്ടൊന്ന് ഇത് വേണ്ട കേട്ടോ. ഒരു വൃത്തിയിട്ടവനാണ് ഈ കീരിക്കാടൻ ജോസൊക്കെ. ഒറ്റയടിക്കില്ല, നീ സൂക്ഷിച്ച് കളിച്ചോ. അയ്യോ ഇത്രയ്ക്ക് പേടിയുള്ള ആൾക്കാർ. എനിക്ക് ഇത്രയ്ക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ഡയലോഗ് അടിച്ചിരുന്ന നേരത്തെ അതൊന്നല്ലല്ലോ. ഏതെങ്കിലും ഒരു തോണിയിൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഓക്കെ, മൈ ബിഗ് ഫാൻ. അല്ലെങ്കിൽ പിള്ളേരെ വിട്ട് തീർക്കും. ഇതിൽ